ചെയ്യും? ദൈവത്തെ അറിയേണ്ട വിധത്തിൽ അറിയും. ദൈവത്തിന്റെ രക്ഷ അത് പിടിപ്പുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ നമ്മൾ അവിടെ എഴുതേണ്ട ഒരു കാര്യം, സർവ്വലോകത്തിലുമുള്ള പാപം. സർവ്വലോകത്തിലും ഉള്ള പാപം എന്താണ്? സർവ്വലോകത്തിലുമുള്ള പാപം അനീതി കൊണ്ട് അല്ലെങ്കിൽ അഭക്തി കൊണ്ട് സത്യത്തെ മറച്ചു പിടിക്കുക, അല്ലെങ്കിൽ സത്യത്തിനെ നേരെ അവർ എന്ത് ചെയ്യുക? തടസ്സമായി നിൽക്കുക. സത്യത്തെ വെളിപ്പെടുത്തുവാൻ കഴിയാതെ അനീതി കൊണ്ടും അഭക്തി കൊണ്ടും സത്യം, യേശുക്രിസ്തു എന്ന സത്യം, യേശുക്രിസ്തു മൂലം നമുക്ക് ലഭിച്ച രക്ഷ, യേശുക്രിസ്തുവിൻ മൂലം നമുക്ക് ലഭിക്കേണ്ട സർവ്വ അനുഗ്രഹങ്ങളെയും എന്ത് ചെയ്യുന്നു? തടസ്സപ്പെടുത്തി വെക്കുന്നത് വലിയ ഒരു പാപമായിട്ട് അവിടെ പൗലോസ് പറയുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം. അനീതി കൊണ്ടും അഭക്തി കൊണ്ടും യേശുക്രിസ്തുവെന്ന സത്യത്തെയും അതിനാലുണ്ടാകുന്ന രക്ഷയെയും വെളിപ്പെടുത്താതെ വണ്ണം വിവേകമില്ലാത്ത ഹൃദയങ്ങളാൽ വ്യർത്ഥരായിത്തീരുക, തങ്ങളുടെ നിരൂപണങ്ങളാൽ വ്യർത്ഥരായിത്തീരുക. അതുകൊണ്ട് അവരെന്തു ചെയ്യുന്നു? ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തിന് നന്ദി പറയുന്നില്ല, ദൈവത്തിനെ മഹത്വീകരിക്കുന്നില്ല. എന്നിട്ട് അതിന്റെ അടുത്ത സ്റ്റെപ്പിൽ പറയുന്നത്, ഇവർ എന്ത് ചെയ്യുന്നു? സൃഷ്ടികളെ ആരാധിക്കുന്നു. 23-ാമത്തെ വചനത്തിൽ പറയുന്നത്, മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അപ്പോൾ ഇവർ ദൈവത്തിന് പകരം ഈ പറഞ്ഞ കാര്യങ്ങൾ സദൃശ്യമായി ഉണ്ടാക്കി അങ്ങനെയുള്ളതിനെ ഭജിക്കുവാനും ആരാധിക്കുവാനും തുടങ്ങി. ഇത് ഏറ്റവും വലിയ പാപം. ഈ പാപത്താൽ ഇവരെ ഒന്നാമത് ദൈവം എന്ത് ചെയ്തു? അശുദ്ധിക്കേൽപ്പിച്ചു. എഴുതുക, അശുദ്ധിക്കേൽപ്പിച്ചു. അശുദ്ധിക്കേൽപ്പിച്ചു. എഴുതാം. ഹൃദയങ്ങളിലെ മോഹങ്ങൾ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കുവാൻ അവർ ചെയ്തു വന്ന പാപത്താൽ പാപത്തിൽ തന്നെ തുടരുവാൻ മനുഷ്യരെ കൈവിടുന്നത് ശിക്ഷകളിൽ വെച്ച് ഏറ്റവും കഠിനമായതാണ്. അപ്പോൾ അവരുടെ പാപം എന്തെന്ന് നമ്മൾ എഴുതി. അപ്പം ആ പാപത്തിനാൽ ദൈവം എന്ത് ചെയ്യുകയാണ്? ഇവരെ ആ പാപത്തിൽ തന്നെ തുടരുവാൻ. ശിക്ഷകളിൽ ഏറ്റവും കഠിനമായതാണ്. പാപത്തിന്റെ അടിമത്തം ഞാൻ എഴുതാൻ പറയുകയാണ്. പാപത്തിന്റെ അടിമത്തം ദൈവത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുന്നു. ലേവ്യ പുസ്തകം 18:22-23. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 18-19. ആവർത്തന പുസ്തകം
4-ാം അധ്യായം 15 മുതൽ 24 വരെയുള്ള വചനങ്ങൾ. ഇത് അശുദ്ധിക്ക് ഏൽപ്പിച്ച പാപങ്ങൾ. അതായത് അവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം. 18 മുതലുള്ള ലേവ്യ പുസ്തകം 18-ാം അധ്യായം 22, 23 ഇങ്ങനെ പറയുന്നു: ഞാൻ യഹോവയാകുന്നു, സ്ത്രീയോടെന്ന പോലെ പുരുഷനോടുകൂടെ ശയിക്കരുത്, അത് മ്ലേച്ഛത. യാതൊരു മൃഗത്തോടും കൂടെ ശയിച്ച് അതിനാൽ നിന്നെ അശുദ്ധനാക്കരുത്. യാതൊരു സ്ത്രീയും ഒരു മൃഗത്തോടു കൂടെ ശയിക്കേണ്ടതിന് അതിന്റെ മുൻപിൽ നിൽക്കുകയും അരുത്, അത് നികൃഷ്ടം. അപ്പോൾ ദൈവത്തിന്റെ സത്യത്തിന് മനസ്സിലാക്കിയും സത്യത്തിൽ നിന്നകന്ന് അനീതിയിലും അഭക്തിയിലും ജീവിക്കുമ്പോൾ ദൈവകോപമുണ്ടായിട്ട് അവരെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെയുള്ള അശുദ്ധിക്കും മ്ലേച്ഛതയ്ക്കും നികൃഷ്ടമായ പ്രവൃത്തിക്കും ദൈവം തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. രണ്ടാമത് അവിടെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 18, 19 വായിക്കുമ്പോൾ ഇങ്ങനെ, നിങ്ങൾ പിന്നീട് ഇതെല്ലാം വായിച്ച് നിങ്ങൾ അതിനെ ഒന്നുകൂടെ മനസ്സിലാക്കി എടുക്കണം. അപ്പോഴേ നമ്മൾ പ്രാപിച്ച രക്ഷയുടെ, നമ്മളെ ദൈവം സ്നേഹിക്കുന്നതിന്റെ, ഇതിനൊന്നും ദൈവം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാതെ നമ്മളെ സ്നേഹിക്കുന്നതിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. 18, 19 പറയുന്നു: അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം, ഹൃദയ കാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ദുഷ്കാമം എന്ന് പറയുന്ന ഒരു അശുദ്ധി, അതാണ് ലേവ്യ പുസ്തകത്തിലും അവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ആവർത്തന പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ പറയുമ്പോൾ വിഗ്രഹാരാധനയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 15 മുതൽ 24 വരെയുള്ള വചനങ്ങളിൽ അവിടെ പറയുന്നത് ഒന്നിന്റെ സാദൃശ്യം, അതായത് വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, വിഗ്രഹത്തെ അവിടെ ആരാധിക്കരുത് എന്നുള്ള ആ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും. അത്രയും വായിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമില്ലല്ലോ. അപ്പോൾ ഇത്രയാണ് അശുദ്ധിക്ക് ഏൽപ്പിക്കുക എന്ന് പറയും. ഇങ്ങനെയുള്ള പ്രവൃത്തികൾക്ക് ദൈവം മനുഷ്യരെ വിട്ടുകൊടുക്കുകയാണ്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തിന് നന്ദി കൊടുക്കാതെ, ദൈവത്തിനെ മഹത്വീകരിക്കാതെ വീണ്ടും അനീതിയിലേക്കും അഭക്തിയിലേക്കും, സത്യത്തെ അറിഞ്ഞിരുന്നിട്ടും സത്യത്തിനെ മുന്നോട്ട് കൊണ്ടുവരുവാനോ അതിനനുസരിച്ച് ജീവിക്കുവാനോ ഒരു സമർപ്പണമില്ലാതെ വീണ്ടും ദൈവകോപത്തിനിടയാകുമ്പോൾ ദൈവം കോപിച്ചിട്ട് ഇവരെ എന്ത് ചെയ്യുന്നു? ഇവരെ ആ പാപങ്ങളിലേക്ക് തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അടുത്തത് വന്നിട്ട് പറയുന്നത് അപമാന രാഗങ്ങൾക്ക് ഏൽപ്പിച്ചു. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് 26-ാം വചനത്തിൽ അവരെ അപമാന രാഗങ്ങൾക്ക് ഏൽപ്പിച്ചു. ദൈവത്തിന്റെ സത്യം എഴുതിക്കോളൂ. ദൈവത്തിന്റെ സത്യം വ്യാജമാക്കി സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. സത്യം ഉപേക്ഷിച്ചു. വ്യാജചിന്ത, ദുരുപദേശം, സ്വീകരിച്ചു. ദൈവം എന്നത് താൻ സൃഷ്ടിച്ച സൃഷ്ടിയെ പോലെയാണെന്ന് സൃഷ്ടിയെ ആരാധിച്ചു.
രണ്ടാമത്, ദൈവം എന്നത് മനുഷ്യനുണ്ടാക്കുന്ന വിഗ്രഹങ്ങളെ പോലെയാണ് എന്ന് വിഗ്രഹാരാധന നടത്തി. ഇത്ര എഴുതിയോ? ദൈവം എന്നത് മനുഷ്യനുണ്ടാക്കുന്ന വിഗ്രഹങ്ങളെ പോലെയാണെന്ന് വിഗ്രഹാരാധന നടത്തി. എല്ലാരും എഴുതിയോ? ഇത്രയും എഴുതി. അടുത്തത്, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, മൃഗങ്ങൾ, വിഗ്രഹങ്ങൾ, ദേവന്മാർ എന്നിവകളെ ആരാധിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നതിന് തുല്യം എന്ന് അവർ കരുതി. ഇങ്ങനെ ഫോഷ്കുകളിൽ ജീവിച്ചു. ഇത് സത്യദൈവം സ്വീകരിക്കുന്നില്ല. ഇത് സത്യദൈവം സ്വീകരിക്കുന്നില്ല. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:5. എഫേസ്യർ 5:5 എന്താ അവിടെ പറയുന്നത്? ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ ഈ അപമാന രാഗങ്ങൾക്കും അശുദ്ധിക്കും ഏൽപ്പിച്ചു കൊടുത്ത പാപങ്ങളാണ് നമ്മൾ ഇവിടെ കണ്ടത്, നമ്മൾ ഈ എഴുതിയത്. അതുപോലെ അടുത്തത്, മൂന്നാമത് പറയുന്നത് നികൃഷ്ട ബുദ്ധി കേൾപ്പിച്ചു. ഒന്നാമത് അശുദ്ധി കേൾപ്പിച്ചു, രണ്ടാമത് അപമാന രാഗങ്ങൾ കേൾപ്പിച്ചു. അപമാന രാഗങ്ങളില് സ്വവർഗ ഇതുണ്ട്, അതാണ് ലേവ്യ പുസ്തകം 18:22 നമ്മൾ കാണുന്നത്. മൂന്നാമത് നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു. നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു. അതിന്റെ അടിയിൽ എഴുതിക്കോളൂ, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് മരണയോഗ്യമായ പാപത്തിന് അടിമയാകുന്നു. ഈ പാപങ്ങൾ താങ്കൾ ചെയ്യുന്നത് പാപമെന്ന് അറിഞ്ഞിട്ടും അവർ പ്രവർത്തിക്കുക മാത്രമല്ല, ഇങ്ങനെ പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും ചെയ്യുന്നു. ഇത് ഇങ്ങനെയുള്ളവരെയാണ് നികൃഷ്ട ബുദ്ധി കേൾപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്രയും നോട്ട് കിട്ടിയല്ലോ അല്ലെ? അടുത്തത് അവിടെ 29ാമത്തെ വചനം തൊട്ട് അത് നിങ്ങൾ തന്നെ നോക്കി എഴുതിയാൽ മതി. അവിടെ എഴുതിയിരിക്കുന്ന മരണയോഗ്യമായ പാപങ്ങൾ, മരണയോഗ്യമായ പാപങ്ങൾ, അത് വലിയൊരു ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, അനീതി, ദുഷ്ടത, അത്യാഗ്രഹം, ദുർബുദ്ധി, അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ,
ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ. അത് നിങ്ങൾ അവിടെ ആ ലിസ്റ്റ് നിങ്ങൾ എഴുതിയാൽ മതി പിന്നത്തേതിൽ. പക്ഷെ നമ്മൾ ഇപ്പൊ അത് വായിച്ചതിനകത്ത് എന്തെങ്കിലും നമ്മളിൽ ഉണ്ടോ എന്ന് ഇപ്പൊ നമ്മൾ പരിശോധിച്ചോ. ഇതിനകത്ത് പറഞ്ഞതിനകത്ത് പിണക്കമുണ്ടോ, ഏഷണിയുണ്ടോ, പിന്നെ മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക, നിയമലംഘികൾ, വാത്സല്യമില്ലാത്ത, ഇതൊക്കെ ഒരു പാപം. ഇതെല്ലാം നമ്മളെ മരണത്തിലേക്ക് വിടുന്ന പാപങ്ങളാണ്. ഇത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് നമ്മളെ ഒന്ന് ഇത് പഠിച്ചിട്ട് നമ്മളെ ഒന്ന് ചിന്തിച്ച് അയവിറക്കി ഒന്നുകൂടെ നമ്മൾ ഒരു വിശുദ്ധീകരണത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. ഇതൊന്നും നോട്ട് എഴുതി പോകാനുള്ളതല്ല. ഇത് നമ്മൾ വായിച്ച് നമ്മൾ പഠിച്ച് നമ്മുടെ ജീവിതത്തെ ഇത് ക്രിസ്തുയേശുവിൽ ക്രമീകരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദൈവത്തിന്റെ നീതിയിലേക്ക്. അപ്പൊ ദൈവത്തിന്റെ നീതിയിൽ പ്രവേശിച്ചതിന് ശേഷം ഏഷണി പറയാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ നീതിയിലേക്ക് കയറിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പിണങ്ങാൻ പറ്റത്തില്ല, ദുർബുദ്ധി പറ്റത്തില്ല, ദുഷ്ടത ചെയ്യാൻ പറ്റത്തില്ല, അത്യാഗ്രഹം പറ്റത്തില്ല. അങ്ങനെ കനിവറ്റവർ, വാത്സല്യമില്ലാത്തവർ. വാത്സല്യമില്ലാത്തത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇയ്യോബിന്റെ പുസ്തകത്തിൽ 39 അധ്യായത്തിൽ ഒരു പക്ഷിയെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒട്ടകപ്പക്ഷി. നിങ്ങളത് ആ വചനം ഒന്ന് എഴുതി വെച്ചാൽ പിന്നെ അത് വായിച്ചാൽ മതി, രസമായിരിക്കും. അത് ഒന്ന് ധ്യാനിക്കുമ്പോൾ 39 അധ്യായത്തിന്റെ 13 വചനം മുതൽ 13 മുതൽ അതിന്റെ 18 വരെ അവിടെ ഇങ്ങനെ പറയുന്നു: ഒട്ടകപ്പക്ഷി ഉല്ലസിച്ച് ചിറക് വീശുന്നു, എങ്കിലും ചിറകും തൂവലും കൊണ്ട് വാത്സല്യം കാണിക്കുമോ? അത് നിലത്ത് മുട്ടയിട്ടേച്ചു പോകുന്നു, അവയെ പൊടിയിൽ വെച്ച് വിരിക്കുന്നു. കാൽ കണ്ട് അവ ഉടഞ്ഞു പോയേക്കുമെന്നോ കാട്ടുമൃഗം അവയെ ചവിട്ടിക്കളഞ്ഞേക്കുമെന്നോ അത് ഓർക്കുന്നില്ല. വാത്സല്യമില്ല. അടുത്തത്, അത് തന്റെ കുഞ്ഞുങ്ങളോട് തനിക്കുള്ളവയല്ലെന്ന പോലെ കാഠിന്യം കാണിക്കുന്നു. തന്റെ പ്രയത്നം വ്യർത്ഥമായി പോകുമെന്ന് ഭയപ്പെടുന്നില്ല. ദൈവം അതിന് ജ്ഞാനമില്ലാതാക്കി, വിവേകം അതിന് നൽകിയിട്ടുമില്ല. അത് ചിറകടിച്ച് പൊങ്ങി ഓടുമ്പോൾ കുതിരയെയും പുറത്ത് കയറിയവനെയും പരിഹസിക്കുന്നു. അതിന്റെ മേലുള്ള ആ ഒരു സ്വഭാവം കണ്ടോ? ഒന്ന്, വാത്സല്യം ഇല്ല. രണ്ട്, പരിഹാസി. തന്നേക്കാൾ ബലമുള്ളതിനെ നോക്കിയാ പരിഹസിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ തന്റെ സ്വന്തം കുഞ്ഞുങ്ങളോട് കാഠിന്യം കാണിക്കുന്നു. ഇതിനെയാണ് വാത്സല്യമില്ലാത്ത അനുഭവം എന്ന് പറയുന്നത്. അത് പൗലോസ് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുന്ന മനുഷ്യർ സ്വസ്നേഹികളും വാത്സല്യമില്ലാത്തവരും, അങ്ങനെ ഒരു വലിയൊരു ലിസ്റ്റ് അവിടെ തിമോഥെയോസിന്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ വാത്സല്യമില്ല എന്ന് പറയുന്നത് ഒരു വലിയ പാപം തന്നെയാണ്. അത് മരണയോഗ്യമായ പാപം. നമ്മൾ ചിലപ്പം വിചാരിക്കും ഇതൊക്കെ ഒന്ന് സാധാരണ ഇതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളോട് വാത്സല്യം കാണിക്കുക, നമ്മുടെ ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, നമ്മുടെ ഇനജന ബന്ധുക്കളോട്, നമ്മുടെ അയൽവാസികളോട്, നമ്മുടെ സഭയിൽ ഒരുമിച്ച് ആരാധിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോട്, നമ്മുടെ അഭിഷിക്തന്മാരോട് നമുക്കൊരു വാത്സല്യം, അവരോട് കാഠിന്യം കാണിക്കാതെ, നമ്മളൊരു പരിഹാസിയായി മാറാതെ. അപ്പൊ നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട നമ്മുടെ ജീവിതത്തിലുള്ള ഇങ്ങനെയുള്ള പാപങ്ങളെ ഇനി ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ചോദിച്ചു നോക്കുക. ഞാൻ എന്നെ തന്നെ ചോദിക്കുക, നിങ്ങൾ നിങ്ങളെ തന്നെ ചോദിക്കുമ്പോൾ വാത്സല്യമുണ്ടോ? വല്ലവരോട് നമുക്ക് ദൈവഹിതമില്ലാത്ത പ്രശ്നങ്ങളുണ്ടോ? ദുശീലങ്ങളുണ്ടോ? വചനം കേൾക്കും, പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യും, പക്ഷെ ചില ശീലങ്ങളുണ്ട്, ദുശീലം. ഇങ്ങനെ തന്നെ ഞാൻ 5 മണിക്ക് ചായ കുടിച്ചാൽ 5 മണിക്ക് ഞാൻ ചായ കുടിച്ചിരിക്കും. അത് 6 പിന്നെ നമുക്ക് ദേഷ്യം വരും. ഒരു ദുശീലമാണത്. അപ്പൊ ദുശീലങ്ങൾ
മരണയോഗ്യമായ പാപമായിട്ട് പൗലോസ് ഇവിടെ എടുത്ത് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ റോമ സഭയ്ക്ക് പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിട്ട് ഇതെല്ലാം വിട്ടകലണം എന്ന് പറഞ്ഞിട്ട് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, നീ ഇത്രയും പാപങ്ങളെല്ലാം കൈ വെച്ചിട്ട് മറ്റുള്ളവനെ എന്ത് ചെയ്യരുത്? വിധിക്കരുത്. അപ്പൊ ചാപ്റ്റർ 2 എന്നിട്ടിട്ട് ഇങ്ങനെ എഴുതാം, 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മരണയോഗ്യമായ പാപങ്ങൾ പ്രവർത്തിക്കുന്നവരെ ദൈവം വിധിക്കും. അപ്പൊ ഈ വിധിയിലിരുന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ദൈവത്തിന്റെ നീതിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. ദൈവം വിധിക്കും. മാത്രമല്ല, അങ്ങനെ പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുന്നവരെയും ദൈവം വിധിക്കും. നമ്മൾ ചിലപ്പോ ആ പാപം ചെയ്യത്തില്ലായിരിക്കാം, പക്ഷെ അങ്ങനെ പാപം ചെയ്യുന്നവരെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി അവരോട് മുഖസ്തുതിയൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോ ആ പാപം പ്രവർത്തിക്കത്തില്ല, പക്ഷെ പ്രവർത്തിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കാര്യസാധ്യത്തിനൊക്കെ വേണ്ടി അവരുമായിട്ടൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു ബന്ധം സൂക്ഷിച്ച് നമ്മൾ കരുതും. അങ്ങനെയുള്ളവരെയും ദൈവം വിധിക്കും. അടുത്തത്, ദൈവത്തിന്റെ ദയ, ക്ഷമ, എന്നിവയെ നിരസിക്കുന്നവരെയും ദൈവം വിധിക്കും. ഹൃദയ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും ദൈവത്തിന്റെ കോപ ദിവസത്തിലേക്ക് തങ്ങൾക്ക് തന്നെ കോപം വരുത്തിവെക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ നീതിയുള്ള വിധിയിൽ നിന്നും ആർക്കും തെറ്റിയൊഴിവാൻ സാധ്യമല്ല. ഇനി 2-ാം അധ്യായം 6 തൊട്ട് 10 വരെയുള്ള വചനങ്ങൾ നാം നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നത്, അവനവന്റെ പ്രവൃത്തിക്ക് എന്തുണ്ട്? തക്ക ഫലമുണ്ട്. എഴുതിക്കോ, അവനവന്റെ പ്രവൃത്തിക്ക്. 2-6 മുതൽ 10 വരെ. അവനവന്റെ പ്രവൃത്തിക്ക് തക്ക ഫലമുണ്ട്. നല്ല പ്രവൃത്തി ചെയ്യുന്നവന് തേജസ്, മാനം, അക്ഷയത. ഇത് ക്ഷയിച്ചു പോകുന്നില്ല. നമ്മൾ രൂപാന്തരപ്പെടും. കർത്താവ് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എഴുന്നേൽക്കും. അക്ഷയത, പിന്നീട് നിത്യജീവൻ. നല്ല പ്രവൃത്തി ചെയ്യുന്നവന് തേജസ്, മാനം, അക്ഷയത, പിന്നീട് നിത്യജീവൻ. മഹത്വം, മാനം, സമാധാനം. തിന്മ പ്രവർത്തിക്കുന്നവർക്ക് കഷ്ടം, സങ്കടം, ദൈവകോപം, ക്രോധം. എന്തെങ്കിലും വിട്ടുപോയാലും നിങ്ങൾ ആ വചനം നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പം അവിടെ 2-ന്റെ
ആ 16-ാം വചനത്തിൽ പറയുന്നത്, യഹൂദനായാലും യവനനായാലും ഫലം ഒന്നു തന്നെയാണ്. യഹൂദൻ എന്ന് പറഞ്ഞ ഇതിൽ നിന്നും ഒന്നും കുറച്ച് ശിക്ഷയൊന്നുമല്ല. യഹൂദനായാലും യഹൂദനല്ലാത്തവരായിരുന്നാലും ഫലം ഒന്നു തന്നെയാണ്. നീ നന്മ പ്രവർത്തിച്ചാൽ നിനക്ക് ഈ ഫലങ്ങൾ ലഭിക്കും. തിന്മയാണെങ്കിലോ കിട്ടുന്നതെല്ലാം കഷ്ടവും സങ്കടവും പിന്നെ ദൈവകോപവും ക്രോധവുമാണ്. രണ്ടാമത് വിധി, ദൈവത്തിന്റെ വിധി വരുന്നത്, പാപത്തിന് വിധി വരുന്നത് സുവിശേഷം വെച്ചിട്ടാണ്. 2:16 പറയുന്നു, സുവിശേഷ പ്രകാരം ന്യായം വിധിക്കും. അപ്പൊ ഈ സുവിശേഷത്തെ വെച്ചിട്ടാണ്. എന്താണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയിൽ ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തു, ഇതാണ് സുവിശേഷം. അപ്പൊ ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തെ വെച്ചിട്ടാണ് എല്ലാ പ്രവർത്തികൾക്കുമുള്ള ന്യായവിധി നടത്തുന്നത്. അപ്പൊ ദൈവത്തിന്റെ നീതി നമുക്ക് ലഭിക്കുന്നതും സുവിശേഷം വെച്ചാണ്. ദൈവത്തിൽ നിന്നുള്ള വിധി, നമുക്ക് ന്യായവിധി ഉണ്ടാകുന്നതും സുവിശേഷം വെച്ചിട്ടാണ്. അടുത്തതായിട്ട് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ കുറച്ചിങ്ങനെ പറഞ്ഞു, പെട്ടെന്ന് ഞാൻ ഓടിച്ചു പറഞ്ഞു, യഹൂദന്റെ പാപങ്ങൾ, യഹൂദനുള്ള പാപങ്ങൾ. നമ്മൾ ഇത്രയും നേരം കണ്ടത് സർവ്വലോകത്തിലും വന്ന പാപങ്ങൾ. ഇനി നമ്മൾ കാണുന്നത് യഹൂദന്റെ പാപം. അതെന്താണ്? 2-ാം അധ്യായം അതിന്റെ 17 മുതൽ ഉള്ള വചനങ്ങളാണ്. 2-ാം അധ്യായം 17 മുതൽ. ഒന്നാമത്തത് 1, ന്യായപ്രമാണം കയ്യിൽ വെച്ചിട്ട് അത് അനുസരിക്കാതെ പോയി. അതാണ് യഹൂദന്റെ പ്രധാന പാപം. ന്യായപ്രമാണം കയ്യിലിരിക്കുമ്പോൾ തന്നെ അതിനെ അനുസരിക്കാതിരുന്നത് പാപം. ഇനി പ്രമാണം പഠിച്ചാൽ ദൈവത്തിന്റെ ഇഷ്ടമറിയാം. യേശുക്രിസ്തു എന്ന സ്വരൂപത്തെ, സത്യം, ജ്ഞാനം ന്യായപ്രമാണത്തിൽ കൂടി അറിയാൻ സാധിക്കും. അങ്ങനെ യേശുക്രിസ്തു എന്ന സ്വരൂപം അവർക്ക് ന്യായപ്രമാണത്തിൽ നിന്ന് ലഭിക്കുന്നു. അതവർ മനസ്സിലാക്കിയില്ല. ഇതൊന്നും അനുസരിക്കാതെ ഇവൻ പിന്നെ എന്ത് ചെയ്യുകയാണ്? യഹൂദൻ മറ്റുള്ളവരെ ഉപദേശിക്കുകയാണ്. ഇവൻ അനുസരിക്കാതെ ഉപദേശിക്കുകയാണ്. ഞാനിപ്പം വചനം പഠിപ്പിക്കുന്നു, ഞാൻ ഇത് അനുസരിക്കാതെ ഇത് പഠിപ്പിച്ചാൽ ഉള്ള അവസ്ഥയാണ്. ഈ പറഞ്ഞ പാവമല്ല ഞാൻ ചെയ്തിട്ട് വന്നിരുന്ന് നിങ്ങളെ റോമാലേഖനം പഠിപ്പിച്ചാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് വയ്ക്കും. അത് തന്നെയാണ് യഹൂദൻ ചെയ്ത പാപം. എന്നിട്ട് അടുത്തത്, ന്യായപ്രമാണത്തിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റും? ഭേദാഭേദങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും. അതായത് നന്മ തിന്മകളെ തിരിച്ചറിയാം. ഏതാണ് നന്മ, ഏതാണ് തിന്മ? ന്യായപ്രമാണം പഠിച്ചാൽ നമുക്കത് സാധിക്കും. ഇപ്പൊ ന്യായപ്രമാണം പഠിച്ചാൽ ഒന്ന്, ദൈവത്തിന്റെ ഇഷ്ടമറിയാം, സത്യത്തിന്റെയും ജ്ഞാനത്തിന്റെയും സ്വരൂപമാകിയ യേശു കർത്താവിനെ അറിയാം, നന്മ തിന്മകളെ നമുക്ക് തിരിച്ചറിയാം. പക്ഷേ ഇതെല്ലാം അവർക്ക് അറിഞ്ഞിട്ടും അവരെന്ത് ചെയ്തില്ല? ന്യായപ്രമാണത്തെ അനുസരിച്ചില്ല. അനുസരിക്കാതെ അവർ എന്ത് ചെയ്തു? മറ്റുള്ളവരെ അവർ ഉപദേശിച്ചു. അവിടെ എന്നിട്ട് നമ്മൾ അവിടെ പറഞ്ഞു വരുമ്പോൾ അവിടെ ഇനിയൊരു സബ്ജക്റ്റ് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, പരിച്ഛേദന. ന്യായപ്രമാണത്തിൽ അവർ ആചരിച്ചിരുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, പരിച്ഛേദന. പരിച്ഛേദന എന്താണ്? പരിച്ഛേദന എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തോളൂ. റോമർ 2:25 മുതൽ 29 വരെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 10-ാമത്തെ വചനത്തിലാണ് ദൈവം അബ്രഹാമിനോട്
ആദ്യമായി പരിച്ഛേദനയെ കുറിച്ച് സംസാരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വചനം. എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യയുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എന്റെ നിയമമാവിത്. അപ്പൊ പരിച്ഛേദന ദൈവം അബ്രഹാമിനും സന്തതിക്കും കൊടുത്ത നിയമം, ദൈവത്തിന്റെ നിയമം. നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. അപ്പൊ പരിച്ഛേദന എന്ന് പറയുന്നത് ദൈവത്തിന്റെ നിയമം. എന്തിനു വേണ്ടിയിട്ട്? ദൈവത്തിനും അബ്രഹാമിനും അബ്രഹാമിന്റെ സന്തതിക്കും ഇടയെ ദൈവത്തെ പ്രമാണിച്ചു നടക്കേണ്ട നിയമം. അപ്പൊ ദൈവത്തിനും ഈ അബ്രഹാമിന്റെ സന്തതിക്കും ഇടയിൽ ഒരു ബന്ധം ഉണ്ടാകാനായിട്ട് ദൈവം ഉണ്ടാക്കിയ ഒരു നിയമമാണ് പരിച്ഛേദന. 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. തലമുറയായി ഇത് ചെയ്യണം. ഒരു തലമുറ കൊണ്ട് ഇത് നിൽക്കുന്നതല്ല, അടുത്ത തലമുറയായി ഇത് ചെയ്യണം. വീട്ടിൽ ജനിച്ച ദാസനും ഇത് ചെയ്യണം. പിന്നെ സന്തതി ഇല്ലാത്തവനായി അന്യനോട് വിലയ്ക്ക് ഒരു കുഞ്ഞിനെ വിലയ്ക്ക് വാങ്ങിയവനായാൽ, വില കൊടുത്തു വാങ്ങിയവൻ, അവനും ഈ പരിച്ഛേദന ഏൽക്കണം. ഇത് ദൈവത്തിന്റെ നിത്യ നിയമം. ഇത് ദൈവം ദേഹത്തിൽ കൊടുത്ത നിയമം, ശരീരത്തിൽ കൊടുത്ത നിയമം. പരിച്ഛേദന ഏൽക്കാത്തവനെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. ദൈവത്തിനും ജനത്തിനും മധ്യയുള്ള നിയമത്തിന്റെ അടയാളം. പരിച്ഛേദന എന്തിന്? ഇസ്രായേൽ മക്കൾക്കും ജാതികൾക്കും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനുള്ള അടയാളം. ദൈവജനത്തിനും അല്ലാത്തവർക്കും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനുള്ള അടയാളം. ദൈവവുമായുള്ള ബന്ധം കാണിക്കുന്ന അടയാളം. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അറിയാം ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നത്. അടുത്തത് ദൈവത്തോടുള്ള അനുസരണത്തിന്റെ അടയാളം. അടുത്തത് വാഗ്ദത്ത സന്തതി എന്ന അടയാളം. ഇതാണ് പഴയ നിയമത്തിൽ അബ്രഹാമിനോട് പരിച്ഛേദന എന്നുള്ള നിയമം കൊടുത്തതിന്റെ ദൈവത്തിന്റെ ഉദ്ദേശം. എന്നാൽ ഒരു പുതിയ നിയമ വിശ്വാസിയിലേക്ക്, അവിടെ നമ്മൾ 2-ാം അധ്യായം വായിക്കുമ്പോൾ പൗലോസ് അവിടെ പറയുന്നുണ്ട്, ശരീരത്തിൽ പരിച്ഛേദന ഏൽക്കുന്നവനല്ല, ഹൃദയത്തിൽ എന്ത് ചെയ്യണം? പരിച്ഛേദന ഏൽക്കണം. അവനാണ് യഥാർത്ഥ ഇസ്രായേലൻ, അല്ലെങ്കിൽ യഥാർത്ഥമായ യഹൂദൻ. പുറമേ ജഡത്തിലുള്ള പരിച്ഛേദന അല്ല എന്ന് പറയുന്നു. അപ്പോൾ
പരിച്ഛേദന അബ്രഹാമിന് കൊടുക്കുമ്പോൾ അത് അത്രയ്ക്ക് വിശേഷമായിട്ടാണ് കൊടുത്തത്. എന്നുവെച്ചാൽ ഈ ഒരു നിയമത്തിൽ നിന്ന് ദൈവത്തിന്റെ ജനത്തെ, അബ്രഹാമിൽ നിന്ന് തനിക്ക് വേർതിരിച്ചെടുക്കുവാനുള്ള ജനത്തെ ദൈവം അടയാളമാക്കിക്കൊണ്ടാണ് ഈ പരിച്ഛേദന എന്ന നിയമം കൊടുത്തത്. പക്ഷെ ഇവരിത് ചെയ്യുന്നു എങ്കിലും കയ്യിൽ കൊടുത്ത പ്രമാണത്തെ അവർ അനുസരിക്കാത്തത് കൊണ്ട് ദൈവത്തിന് ഇവരോട് പ്രസാദിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പുതിയ നിയമ വിശ്വാസിക്കുള്ള പരിച്ഛേദന എന്താണ്? 2:29 തന്നെ പറയുന്നു, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന. അപ്പൊ നമുക്ക് ദൈവം തരുന്ന പരിച്ഛേദന എന്താണ്? ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന. റോമർക്ക് എഴുതിയ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആത്മാവിൽ ഹൃദയ പരിച്ഛേദന. പഴയ നിയമത്തിൽ അബ്രഹാമും സന്തതികളും ശരീരത്തിൽ പരിച്ഛേദന ഏറ്റപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന, നമ്മുടെ ഹൃദയത്തെ നാം പരിച്ഛേദനപ്പെടുത്തുന്നു. ഗലാത്യർ 5:6 വരുമ്പോൾ, ഗലാത്യർ 5-ാം അധ്യായം 6-ാം വചനത്തിൽ പറയുന്നു, ക്രിസ്തുവേശുവിൽ പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. അപ്പൊ ഒരു പുതിയ നിയമ വിശ്വാസിയുടെ പരിച്ഛേദന എന്താണ്? സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. അപ്പൊ പുതിയ നിയമ വിശ്വാസിക്കും പരിച്ഛേദനയുണ്ട്. പക്ഷേ ആ പുതിയ നിയമ വിശ്വാസി ചെയ്യുന്ന പരിച്ഛേദന എന്ന് പറയുന്നത് ഹൃദയം പരിച്ഛേദനപ്പെടുത്തുക. ഈ കഴിഞ്ഞ പാപങ്ങളെല്ലാം നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന മാനസാന്തരം, നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മളെ തന്നെ കൊടുക്കുന്നതാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന പരിച്ഛേദന. പിന്നത്തേതിൽ അതിനെ പൗലോസ് എന്ത് പറയുന്നു? സ്നേഹത്താൽ ഉണ്ടാകുന്ന വ്യാപരിക്കുന്ന വിശ്വാസം. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നമ്മിൽ വ്യാപരിക്കുന്ന വിശ്വാസം. അടുത്തത് കൊലോസ്യർ 3:11. കൊലോസ്യ ലേഖനം 3:11. അതിൽ പറയുന്നത്, അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവുമില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രനെന്നുമില്ല, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. അപ്പോൾ ക്രിസ്തു നമ്മുടെ അകത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ആരാണ്? പരിച്ഛേദന പ്രാപിച്ച, പരിച്ഛേദന ചെയ്യപ്പെട്ട, നിയമത്തിനകത്ത് വസിക്കുന്ന ദൈവത്തിന്റെ മക്കളാകുന്നു. ക്രിസ്തു അത്രയെല്ലാം. പുതിയ നിയമ വിശ്വാസിയിലേക്ക് വരുമ്പോൾ ക്രിസ്തുവാണ് നമുക്ക് എല്ലാമാകുന്നത്. ക്രിസ്തു അകത്ത് വരുമ്പോൾ നാം പരിച്ഛേദന ചെയ്യപ്പെട്ട, ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ട മക്കളായി അടയാളമായി തീരുന്നു. ക്രിസ്തു നമുക്ക് അടയാളമായി തീരുന്നു. കൊലോസ്യർ 2:11. അവിടെ എന്താ പറയുന്നത്? അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളയുന്നതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. അപ്പോൾ പഴയ നിയമത്തിൽ അബ്രഹാമിന് കൊടുത്ത പരിച്ഛേദന പുതിയ നിയമ വിശ്വാസിയിലേക്ക് വന്നപ്പോൾ എന്തായി മാറി? ക്രിസ്തുവിന്റെ പരിച്ഛേദനയായി. നമുക്കെന്തായി? ക്രിസ്തുവിന്റെ പരിച്ഛേദനയായി മാറി. ക്രിസ്തുവിന്റെ പരിച്ഛേദന എങ്ങനെയാണ്? ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രം അതിനെ പരിച്ഛേദന എന്നല്ല, പിന്നെ എന്താണ്? അവിടെ ജഡശരീരം തന്നെ ഉരിഞ്ഞു കളയുക. മനസ്സിലായോ? ജഡശരീരം തന്നെ നമ്മൾ ഉരിഞ്ഞു കളയുക. അതായത് ലോകമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതാണ് നമ്മളെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്നത്. അപ്പൊ ജഡമോഹം കൊണ്ടുവരുന്ന പിശാചിനെ എതിർത്തു നിന്നുകൊണ്ട് ഈ ജഡശരീരം തന്നെ നമ്മൾ ഉരിഞ്ഞു കളയുമ്പോൾ കൈകൊണ്ട് ചെയ്ത, അബ്രഹാമിന്റെ കാലം മുതൽ സന്തതിയായി
കൈകൊണ്ട് ചെയ്തു വന്ന പരിച്ഛേദനയല്ല നമ്മളിപ്പോൾ പ്രാപിക്കുന്നത്. നമ്മളിപ്പോൾ പ്രാപിക്കുന്നത് എന്ത് പരിച്ഛേദനയാണ്? നമ്മുടെ ഹൃദയത്തിനകത്ത് ക്രിസ്തു വസിച്ചുകൊണ്ട് ദൈവത്തിന് ഹിതമില്ലാത്തതെല്ലാം മുറിച്ചു മാറ്റി ജഡത്തെ നമ്മൾ ഉരിഞ്ഞു കളഞ്ഞിട്ട് നമ്മൾ ആത്മാവിൽ ദൈവത്തിന് വേണ്ടി നമ്മളെ രൂപപ്പെടുത്തിയെടുക്കുക. മനസ്സിലായോ? അതാണ് ക്രിസ്തുവിന്റെ പരിച്ഛേദന. അപ്പോൾ പഴയ നിയമത്തിൽ അങ്ങനെ ഒരു പരിച്ഛേദന അബ്രഹാമിന് കൊടുത്തെങ്കിൽ ഇസ്രായേൽ മക്കൾ അവിടെ എല്ലാം എന്തായി? തോറ്റുപോയി. പക്ഷേ രക്ഷിക്കപ്പെട്ട ദൈവജനം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിലേക്ക് വരുമ്പോൾ ഒരു പരിച്ഛേദനയുണ്ട്. അതാണ് ക്രിസ്തുവിന്റെ പരിച്ഛേദന. ഈ പരിച്ഛേദന നമ്മുടെ അകത്ത് ക്രിസ്തു വസിച്ചുകൊണ്ട് നമ്മളെ മുറിച്ചു മാറ്റി അനുദിനവും നമ്മളെ ശുദ്ധീകരിച്ച് അശുദ്ധിക്കോ അപമാന രാഗത്തിനോ നികൃഷ്ട ബുദ്ധിക്കോ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാത്തവണ്ണം നമ്മുടെ ജഡശരീരത്തെ ഉരിഞ്ഞു കളഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ നമ്മൾ പരിച്ഛേദനയുടെ അടയാളമായി വെച്ച് ക്രിസ്തുവിന്റെ പരിച്ഛേദന പ്രാപിച്ചവരായി നാം ജീവിക്കുമ്പോൾ നമ്മൾ ആരായി മാറുന്നു? യഹൂദനായി മാറുന്നു. സ്തോത്രം. ആമേൻ. അതാണ് 2-ാം അധ്യായത്തിൽ പൗലോസ് കൊണ്ടുവന്ന് നിർത്തുന്ന ഭാഗം. അപ്പം അതിന്റെ പരിച്ഛേദനയ്ക്ക് ചില വാക്യങ്ങൾ കൂടെ ഞാൻ തരാം. ലേവ്യ പുസ്തകം 12:3. 8-ാമത്തെ ദിവസം പരിച്ഛേദന ചെയ്യണം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 24 മുതൽ 26 വരെ ദൈവ പദ്ധതിക്കായുള്ള കർശന നിലപാടുകൾ. ഈ പരിച്ഛേദന എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു കർശനമായ ഒരു പദ്ധതിയാണ്. പുറപ്പാട് പുസ്തകം 12:13-48 പരിച്ഛേദനയില്ലാതെ പെസഹ ഭക്ഷിക്കരുത്. നീ കർത്തൃമേശയ്ക്ക് മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ, പുതിയ നിയമ വിശ്വാസിയായ നിങ്ങളും ഞാനും കർത്തൃമേശയ്ക്ക് മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ, പെസഹ ഭക്ഷിക്കുവാൻ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ അകത്ത് ഈ മുൻപ് പറഞ്ഞതുപോലുള്ള പരിച്ഛേദന ഉണ്ടായിരിക്കണം. ഹൃദയത്തിൽ പരിച്ഛേദന, ആത്മാവിലുള്ള പരിച്ഛേദന, ക്രിസ്തു ജഡശരീരത്തെ ഉരിഞ്ഞു കളയുന്ന ക്രിസ്തുവിന്റെ പരിച്ഛേദന. അടുത്തത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 7:22. ശബത്തിൽ പരിച്ഛേദന കഴിക്കാമെങ്കിൽ ഒരുവനെ വിടുവിക്കാം. അപ്പം പരിച്ഛേദനയും ഒരു മനുഷ്യന്റെ വിടുതലിനും ദൈവം ഈക്വൽ വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരുവൻ സാത്താന്റെ പിടിയിൽ നിന്ന് വിടുവിക്കപ്പെടുന്നതിനും പരിച്ഛേദന ഏൽക്കുന്നതിനും ദൈവം അവിടെ ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു തുല്യ മൂല്യം കൊടുത്ത് അവിടെ കർത്താവ് സംസാരിക്കുന്നു. പുറപ്പാട് പുസ്തകം 19:5 ഈ പരിച്ഛേദന എന്ന നിയമം അനുസരിച്ചാൽ അവരാരാണ്? യഹോവയുടെ സമ്പത്താണ്. നമ്മൾ ആരാണ്? പുതിയ നിയമ വിശ്വാസികൾ. ക്രിസ്തുവിന്റെ പരിച്ഛേദനയേറ്റ നമ്മൾ ആരാണ്? ദൈവത്തിന്റെ സമ്പത്താണ്. അപ്പൊ ഇത്രയുമാണ് അതിനകത്ത് റോമാലേഖനം 2-ാം അധ്യായം 3-ാം അധ്യായത്തിൽ പരിച്ഛേദനയെ ബേസ് ചെയ്തിട്ടാണ് അവിടെ സംസാരിക്കുന്നത്. അടുത്തതായി നമുക്ക് 3-ാം അധ്യായം ചാപ്റ്റർ 3 എന്ന് എഴുതി വെക്കാം. എഴുതിയിട്ട് അവിടെ വിശ്വാസമാർഗത്തെ